ഹായ് ലവ്ലി സോൾസ്, നമുക്കിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ. ഗെറ്റ് റെഡി വിത്ത് മീ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര സംഭവമാണെന്ന്. പക്ഷേ എനിക്കൊരു എന്തോ അറിയാൻ പാടില്ല. ഞാൻ അറിയാമെന്നുള്ളത് പോലെ എന്തൊക്കെയോ ചെയ്യുന്നത് വെച്ച് നമ്മുടെ ചെറിയ ഫാമിലിക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ എവിടേക്ക് പോകാനാണ് ഇറങ്ങണതെന്ന് വെച്ചാൽ മുകളിൽ പച്ചയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ലൈക്ക് കറുപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. ഞാൻ ബാങ്കിൽ ഇൻറ്റേണായിട്ട് 1 മന്തായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഡെയിലി പോവാണെന്ന്. പക്ഷേ ഞാൻ ഡെയിലി പോകണതല്ല ഗൈസ്. ഞാൻ ആഴ്ചയിൽ 2 ദിവസം. എൻ്റെ മാനേജർ ഇത് കണ്ട് എന്നെ അടിക്കും. എന്താ വെച്ചാൽ ഞാൻ ബാങ്കിൽ ആഴ്ചയിൽ 1 ദിവസമേ പോകാറുള്ളൂ ഗൈസ്. ഭയങ്കര മടിയാണ്, ഉറക്കണിക്കാൻ ഭയങ്കരമായിട്ട് ലേറ്റ് ആവും. എന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാൻ നേരത്തെ കിടക്കുകയും ചെയ്യും. എനിക്ക് തന്നെ അറിയില്ല ഗൈസ് എന്താ ഇങ്ങനെയെന്ന്. പക്ഷേ എന്തായാലും നമ്മളിപ്പോൾ ബാങ്കിലേക്ക് പോകാറുണ്ട്. അപ്പോൾ പോകുമ്പോൾ കുറച്ച് ആഡംബരമായിക്കോട്ടെ എന്ന് വെച്ച് ഒരു കുർത്തിയൊക്കെ എടുത്തിട്ട് കുറച്ച് അത്യാവശ്യം മേക്കപ്പൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ എനിക്കറിയാമെന്നുള്ളത് പോലത്തെ മേക്കപ്പ് ഇട്ടാൽ. എനിക്ക് ഭയങ്കര മേക്കപ്പ് ഇടാൻ അറിയാമെന്നുള്ളൊരു മനുഷ്യനൊന്നല്ല. അറിയാമെന്നുള്ളത് പോലെ നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ വാച്ച് നിർബന്ധമാണ് ഗൈസ്. വാച്ചില്ലാണ്ട് എനിക്ക് എങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല. വാച്ച് നിർബന്ധമാണ്, മസ്റ്റ്. പിന്നെ എനിക്ക് കണ്ണാടിയിലാണ്ടൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് അതും കൂടെ കുത്തിക്കേറ്റിട്ടുണ്ട്. പിന്നെ ഒരു ഷോപ്പ് നിങ്ങളെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ഡ്രസ്സ്? അടിപൊളിയല്ലേ? നല്ല രസമല്ലേ കാണാനായിട്ട്? അപ്പോൾ നമുക്കിന്ന് ബാങ്കിൽ പോവാം. ബാങ്കിൽ പോയിട്ടുള്ളൊരു ക്ലിപ്പും കൂടി. അത്രേ ഉള്ളൂ. ബൈ.